നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹയ്യടാ, ജോലി ചെയ്യാൻ പറഞ്ഞ ആളെ കാണില്ല. കാശ് കൊടുക്കാൻ പോകുമ്പോ ആദ്യം മുന്നിൽ തന്നെ വന്ന് നിന്നോളും. എന്തൊരു ജന്മടപ്പോ. ഒപ്പിട്ട് കൊണ്ടുപോ. എന്താ സാർ ഇത്? 1000 രൂപയുള്ളോ? ആ, ഇത്തവണ അത്രയൊക്കെ ഉള്ളൂ ബോണസായിട്ട്. അത്രേ ഉള്ളോ? അതെങ്ങനെ ശരിയോ? ആരും ബഹളം വെക്കണ്ട, നമുക്ക് സംസാരിക്കാം. എന്താ സാറേ ഇത്? സാധാരണ ഒരു മാസം ശമ്പളം അല്ലേ ബോണസായി കൊടുക്കാറ്? സാധാരണ കമ്പനി ലാഭത്തിലാ പോവാറ്. നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകൊണ്ടേ അതിപ്പോ നഷ്ടത്തിലായി. മുക്ത മാഡത്തിന്റെ കരുണ കാരണ ഇത്രയെങ്കിലും ബോണസ് നിങ്ങൾക്ക് കിട്ടണത്. ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് കാശ് ഇങ്ങോട്ട് പിടിച്ചേനെ. കഴിഞ്ഞ മാസം മാത്രല്ലേ കമ്പനി നഷ്ടത്തിലായത്? വർഷം മുഴുവൻ നഷ്ടത്തിൽ ഓടിയ പോലെയാണല്ലോ സാറ് പറയുന്നത്. കമ്പനിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം കിട്ടുമ്പോ ഞങ്ങൾക്ക് വിഹിതം തരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നഷ്ടം വരുമ്പോ മാത്രം അതിന്റെ പങ്ക് വഹിക്കണമെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? സാറിനോട് വെറുതെ തർക്കിക്കാനൊന്നും നിൽക്കരുത്. ആ പോസ്റ്റിനെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം. ചേച്ചി പറഞ്ഞ ശരിയല്ലേ? ചുമ്മാ കരുണാകരൻ സാറിന്റെ വാലായിട്ട് നടക്കില്ലേ ചേച്ചി? കൂടുതൽ ഡയലോഗ് അടിക്കില്ലേ? ഞാനിവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്കെതിരെ സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഒറ്റണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഞങ്ങളെ കൊണ്ട് ഇത്രയും ഭാരിച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് ബോണസ് എന്ന് പറഞ്ഞ് 1000 രൂപ വെച്ച് നീട്ടാൻ സാറ് നാണോ ഇല്ലേ? സാറെന്താ ഞങ്ങൾക്ക് പിച്ച തരുവാണോ? നിനക്കിത് പിച്ചായി തോന്നണെങ്കിലേ ആയിക്കോട്ടെ. പക്ഷേ ബോണസ് ഈ തവണ 1000 ഉള്ളൂ. സാറിനെ പോലുള്ളവർക്ക് ഞങ്ങൾക്ക് തരുന്ന ഈ ബോണസ് പാഴ്ചെലവായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കിത് വലിയ കാര്യമാണെന്ന് സാറിന് അറിയാമോ? ഈ കാശ് കിട്ടുന്ന കണക്ക് കൂട്ടി ഞങ്ങളിൽ പലരും വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ വാക്ക് കൊടുത്തു കാണും. അവരെ എല്ലാവരെയാ സാർ ഈ ബോണസ് കൊണ്ട് നിരാശപ്പെടുത്തുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾ തകർക്കരുത്. അതെ, നീ കൂടുതൽ സാരോപദേശം തരണ്ട. എല്ലാ മാസവും ശമ്പളം എണ്ണി വാങ്ങണ്ടല്ലോ. അതുകൊണ്ടേ കുടുംബം നോക്കാൻ പഠിക്കണം. ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങൾ പലരുടെയും കുടുംബങ്ങളിലെ ചെലവുകൾ 20-ാം തീയതി വരെ പോലും നടത്താൻ പറ്റാറില്ല. ഈ ബോണസ് അത്യാവശ്യമാണ് സർ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾക്കാർക്കും ഒരു ചില്ലി കാശ് ഞാൻ കൂടുതലായി തരാൻ പോണില്ല. അതിന് സാറിന്റെ വീട്ടിൽ നല്ലല്ലോ ഞങ്ങൾക്ക് ശമ്പളം തരുന്നേ. PKR സാറാ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹം ഒരിക്കലും തൊഴിലാളികൾക്ക് ഇത്രയും കുറച്ച് ബോണസ് കൊടുക്കാൻ പറയില്ല. എന്താടി നിന്റെ നാക്കിന് നീളം കൂടണ്ടല്ലോ. PKR സാറ് നിങ്ങൾക്ക് തരാൻ വെച്ച ബോണസ് ഞാനും മുക്ത മാഡം കൂടി തടഞ്ഞത് മാതിരിയാണല്ലോ നിങ്ങളുടെയൊക്കെ സംസാരം. വലിയ പ്രസംഗമൊക്കെ നടത്തി തൊഴിലാളി നേതാവാനുള്ള ഉദ്ദേശമാണോ? നിനക്ക് ഈ കരുണാകരനെ അറിയില്ല മോളെ, തീർത്ത് കളയും ഞാൻ. എല്ലാവരോടായിട്ട് പറയാ, ഈ മാസത്തെ നഷ്ടം നിർത്താൻ ബോണസ് കുറയ്ക്കല്ലാതെ വേറെ വഴിയില്ലെന്ന് മാനേജ്മെന്റ് തീരുമാനമെടുത്തു. ഇത്രയും കാലം ഈ കമ്പനി തന്ന കാശ് കൊണ്ടല്ലേ എല്ലാവരും ഞണ്ണീത്. അപ്പൊ കമ്പനിക്ക് നഷ്ടം വരുന്ന അവസ്ഥയിൽ നിങ്ങൾ സഹിച്ചേ പറ്റൂ. സാറ് പറയുന്നത് ശരിയാ. എന്താ പാറു പറയുന്നത്? അതെ ചേച്ചി,
കമ്പനി ഇത്രയും കഷ്ടപ്പെടുമ്പോ ഞാൻ ഈ 1000 രൂപ കൊണ്ടുപോയി വിഷു ആഘോഷിക്കുന്ന തെറ്റല്ലേ? ഈ 1000 രൂപ എനിക്ക് വേണ്ട. ഡേയ്, മര്യാദയ്ക്ക് ബോണസ് എടുത്തോണ്ട് കൊള്ളാം. എന്താ പേടിപ്പിക്കാൻ നോക്കാണോ? അതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. എനിക്ക് കമ്പനിയോട് കൂറുണ്ട്. എന്റെ 1000 രൂപ കൊണ്ട് കമ്പനി രക്ഷപ്പെടുകയാണെങ്കിൽ ആകട്ടെ. അങ്ങനെ കരുതുന്നത് തെറ്റല്ലല്ലോ. പാറു പറയുന്നതാ ശരി. എനിക്ക് ബോണസ് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. സാർ എനിക്കും വേണ്ട. എനിക്കും വേണ്ട. നിഷേ, വന്ന് ബോണസ് വാങ്ങ്. നിഷ ചേച്ചി, ഒരു സൂപ്പർവൈസർ തൊഴിലാളികളുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. ഈ വിഷയത്തിലും കരുണാകരൻ സാറിന്റെ ഭാഗം നിന്നാൽ നാളെ ചേച്ചിക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഞങ്ങൾ ആരും കൂടെ നിൽക്കില്ല. എനിക്കും ഈ ബോണസ് വേണ്ട സർ.